വരാൻ പറ്റാഞ്ഞത് വലിയ ദുഃഖമാണ്. അന്ന് കാലത്താണ്, ഇവിടെ അദ്ദേഹം പോകുന്ന സമയത്താണ് ഞാൻ അവിടെ ദുബായിൽ ലാൻഡ് ചെയ്യുന്നത്. ബന്ധവും തുടങ്ങുന്നത് അങ്ങനെയാണ്. സിനിമാക്കാരുമായിട്ട് ആരുമായിട്ടും അദ്ദേഹത്തിന് പരിചയമില്ലാത്ത കാലത്താണ് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ തന്നെ ലോഡ്ജിൽ താമസിക്കാനായിട്ട് കിട്ടുന്നത്, മാസങ്ങളോളം. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. അച്ഛനുമായിട്ടുള്ള അടുപ്പമാണ് കൂടുതൽ. എന്നെ സുരേഷ് എന്ന് പോലും ഒന്ന് ഗോപി സാറിൻ്റെ മോനെന്നേ പറയത്തുള്ളൂ. ടൗണിലെല്ലാവരും അങ്ങനെ വിളിക്കുന്നുണ്ട്. അല്ല, ഒരുപാട് എൻ്റെ മദ്രാസിലെ കഷ്ടപ്പാട് എന്ന് പറയുന്നത്, ജീവിതത്തിലെ കഷ്ടപ്പാട്, സ്ട്രഗിളറായിട്ട് ഒരുപക്ഷെ അതിനൊക്കെ ഒരു മോഡലോ അല്ലെങ്കിൽ ഞാൻ ആ മനുഷ്യന് ഇത്രയും സഹിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ചെറിയ പടിക്കെട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് എനിക്കൊരു സമാധാനമായിരുന്നു. കഷ്ടപ്പെട്ടാൽ അതിനൊരു കൂലി കിട്ടും. ശ്രീനിയേട്ടൻ്റെ കഷ്ടപ്പാട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തിന് അത് അദ്ദേഹം കുടുംബമായിട്ടൊക്കെ ഭാര്യയായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സിനിമയിൽ എനിക്ക് തോന്നുന്നു പൈലറ്റ്സും ആനവാൽ മോതിരവും, പിന്നെ എഴുതിയ സിനിമകളിലുണ്ടായിട്ടുണ്ട്. ചില സിനിമകളിലൊക്കെ അദ്ദേഹം സ്ക്രിപ്റ്റിങ്ങിൽ ഡിസ്കഷന് പങ്കെടുത്ത് അതിങ്ങനെ ആവാം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംഭാവനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് ഒരു ഫാനാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിപ്പോവും. ആണെന്ന് പറഞ്ഞാൽ ഫാനല്ല എന്നും പറയാൻ വയ്യ. ഒരു ശ്രീനിവാസൻ സിനിമയുടെ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. നമ്മൾ കൈ അടുപ്പിക്കുന്നതല്ല. കൈ അടുപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കൈയടിച്ച് പോകുന്ന അദ്ദേഹം വളരെ നോർമലായിട്ട് ഇത് എത്തേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ